Good morning. Today we are going to talk about importance of marketing in healthcare. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ എന്നുള്ള സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ ഹെൽത്ത് കെയർ. ഹിസ്റ്റോറിക്കലി ഹെൽത്ത് കെയർ റിലീവ്ഡ് ഹെവിലി ഓൺ ഫിസിഷ്യൻ റെഫറൻസ്, ജോഗ്രഫിക്കൽ മോണോപ്പൊളി ആൻഡ് പേഷ്യൻ്റ് നെസസിറ്റി. അതായത് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഫിസിഷ്യൻസ് റെഫറൻസ്, നല്ല ഡോക്ടേഴ്സിന്, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ മോണോപ്പൊളി, നമ്മൾ ചില ഏരിയാസിൽ, അതായത് ചില ഹോസ്പിറ്റൽസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആ ഹോസ്പിറ്റലാണ് അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എന്നുള്ള അങ്ങനത്തെ ഒരു കാറ്റഗറി. ആൻഡ് പേഷ്യൻ്റ് നെസസിറ്റി, പിന്നെ പേഷ്യൻറ്റിൻ്റെ ആവശ്യം. അതൊക്കെയാണ് ഹെൽത്ത് കെയറിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. മോഡേൺ ഹെൽത്ത് കെയർ മാർക്കറ്റ് ഹവർ എ കോമ്പറ്റീറ്റീവ് ആൻഡ് കൺസ്യൂമർ ഡ്രിവൻ. അതായത് മോഡേൺ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോമ്പറ്റീവാണ്. ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് നൗ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മാർക്കറ്റിംഗ് ഓൺ നൗ പ്ലേസ് ആൻഡ് ക്രൂഷ്യൽ റോൾ. ഈ ഹെൽത്ത് കെയറിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻഫോമിങ് കമ്മ്യൂണിറ്റീസ് അവൈലബിൾ സർവീസസ്, സ്പെഷ്യാലിറ്റീസ് ആൻഡ് പ്രിവെൻറ്റിങ്. ഒന്നാമത് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അഡ്വർടൈസിങ്, പബ്ലിക് പ്രൊമോഷൻ, പബ്ലിക് റിലേഷനൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവഴിയാണ് ഇൻഫോർമേഷൻസ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, പ്രിവെൻറ്റീവ് കെയർ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻഫോം ചെയ്യാം. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻ്റ് അബൌട്ട് കണ്ടീഷൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് സെൽഫ് കെയർ. പേഷ്യൻസിന് പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടോ കണ്ടീഷൻസിനെ കുറിച്ചിട്ടോ സെൽഫ് കെയറിനെ കുറിച്ചിട്ടോ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ബിൽഡിംഗ് ട്രസ്റ്റ് ബൈ ഹൈലൈറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, അക്രഡിറ്റേഷൻ ആൻഡ് പേഷ്യൻ്റ് സ്റ്റോറീസ്. പിന്നെ ആൾക്കാർക്ക് വിശ്വാസം, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹെൽത്ത് കെയറിൽ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസ്ഡ് ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ സർവീസൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ പേഷ്യൻ്റ് സ്റ്റോറീസ്, അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ സ്റ്റോറീസ്. പിന്നെ ഡിഫറൻഷ്യേറ്റിംഗ് പ്രൊവൈഡേഴ്സ് ഇൻ കോമ്പറ്റേറ്റീവ് അർബൻ ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്. അതായത് അർബൻ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾക്ക് ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് നമുക്ക് കോസ്റ്റിൽ നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സപ്പോർട്ടിംഗ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ലൈക്ക് ടെലിമെഡിസിൻ, മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ. അതായത് ന്യൂ ടെക്നോളജീസ്, ടെലിമെഡിസിനും അതുപോലെയുള്ള ഈസിലി കസ്റ്റമേഴ്സിന്, അതായത് നമുക്കധികം ചിലവില്ലാതെ വരുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചിലതൊക്കെ ഈസി ആയിട്ട് ഒരൊറ്റ ദിവസങ്ങൾ ചെയ്യാം, 1 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചെറിയ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, അതൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അലൈൻ ബ്രാൻഡ് പെർസെപ്ഷൻ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് മിഷൻ. പിന്നെ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബ്രാൻഡ് കസ്റ്റമേഴ്സിനിടയിൽ ഒരു പെർസെപ്ഷൻ, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് മിഷൻ, അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി സർവീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഹെൽത്ത് കെയറിൽ സർവീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ഇത് സർവീസ് മാർക്കറ്റിംഗ് ഇസ് ഹെൽത്ത് കെയർ റിക്വയർസ് എ കെയർഫുൾ ബ്ലെൻഡ് ഓഫ് എമ്പതി. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. അതായത് കെയർഫുൾ ബ്ലെൻഡ്, അതുകൂടി ചേർത്തിട്ട് വേണം നമ്മൾ എല്ലാ സർവീസും ചെയ്യാൻ. ക്രെഡിബിലിറ്റി, പിന്നെ വിശ്വാസം വേണം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി, കൃത്യമായിട്ട് എന്ത് സർവീസാണ് ചെയ്തു കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പേഷ്യൻ്റ് സെൻട്രിക് ഡിസൈൻ, ഫസ്റ്റ് വേണ്ടത് പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ സ്ട്രക്ചറിങ് സർവീസസ് അറൗണ്ട് പേഷ്യൻ്റ് നീഡ്സ്, പ്രിഫറൻസസ് ആൻഡ് കൺവീനിയൻസ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കൊടുക്കുന്ന സർവീസ് പേഷ്യൻസിൻ്റെ നീഡ്സ്, പ്രിഫറൻസസും അതുപോലെ തന്നെ കൺവീനിയൻസും അനുസരിച്ച് ചെയ്തു കൊടുക്കണം. എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ്, ട്രെയിനിങ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കൺസിസ്റ്റൻറ്റ് കമ്പാഷനേറ്റീവ് ഇൻട്രാക്ഷൻ. അതായത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആ ഫീൽഡിലുള്ള സ്റ്റാഫാണെങ്കിൽ അവരെന്ത് പ്രൊവൈഡ് ചെയ്യും? കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതേപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ട്, കരുണയോട് കൂടിയിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ നല്ല രീതിയിലാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, കോർഡിനേറ്റിംഗ് ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് എഫേർട്ട് ഫോർ കൺസിസ്റ്റൻറ്റ് മെസ്സേജിങ്. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മെസ്സേജ് അയക്കാം, ഓഫ്ലൈനായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ നോട്ടീസുകളും, പിന്നെ അവിടെ ഹോസ്പിറ്റലിലുള്ള പോസ്റ്ററുകളും, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരൊറ്റ മെത്തേഡ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഓൺലൈനായിട്ടുള്ള മെത്തേഡ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് മാത്രം മെസ്സേജ് അയക്കുക, അങ്ങനെയല്ല, എല്ലാതും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, മോണിറ്ററിംഗ് റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ് ആൻഡ് പബ്ലിക് ഫീഡ്ബാക്ക് ടു മെയിൻറ്റെയിൻ ട്രസ്റ്റ്. ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് മോണിറ്ററി റിവ്യൂ ചെയ്യും.
അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഓരോരുത്തർ പറയുന്നതാണ്. പേഷ്യൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ടെസ്റ്റിമോണിയൽസ്, അവരുടെ സാക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ പബ്ലിക് ഫീഡ്ബാക്ക്, പബ്ലിക്കിൻ്റെ ആ ഹോസ്പിറ്റൽ നല്ലതാണ്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിന് പബ്ലിക്കിൻ്റെ ഫീഡ്ബാക്കും കൂടി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് കെയർ മാർക്കറ്റിങ്ങിൽ. ടെക്നോളജി യൂട്ടിലൈസ് യൂസ്ഡിങ് ഡിജിറ്റൽ ചാനൽസ്, ആപ്പ്, പേഷ്യൻറ്റ് പോർട്ടൽസ് ടു ഇംപ്രൂവ് എൻഗേജ്മെൻറ്റ് ആൻഡ് ആക്സസിബിലിറ്റി. എപ്പോഴും ടെക്നോളജി കൂടുതലായിട്ട് അപ്ഡേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ എപ്പോഴും ബെറ്റർ ആയിട്ട് വരിക. ഡിജിറ്റൽ ചാനൽസും ആപ്പുകളും അതുപോലെ തന്നെ പേഷ്യൻറ്റ് പോർട്ടൽസ് അങ്ങനെയുള്ളതൊക്കെ പേഷ്യൻറ്റിനെ എൻഗേജ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഈസിലി ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഹെൽത്ത് ക്യാമ്പുകൾ, വെൽനസ് പ്രോഗ്രാംസ്, പാർട്ട്ണർഷിപ്പ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻ ടു ബിൽഡ് ഗുഡ് വിൽ ആൻഡ് അവയർനെസ്. നമ്മൾ ഹെൽത്ത് ക്യാമ്പുകൾ നടത്തുക, മറ്റുള്ള ക്ലബ്ബുകളോടൊക്കെ ചേർന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാറ്ററാക്ട് ഇറാഡിക്കേഷൻ, തിമിര ശസ്ത്രക്രിയ ചെയ്യുക, അതേപോലെ തന്നെ ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസ്റ്റിങ്ഷൻ. ഇനി മാർക്കറ്റിംഗ് ഇസ് എ യൂണിവേഴ്സൽ ഡിസിപ്ലിൻ ബട്ട് ഇൻ എക്സിക്യൂഷൻ ഡിഫേഴ്സ് ഡ്രമാറ്റിക്കലി ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഓഫറിങ്സ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഡിസിപ്ലിനാണ്, എല്ലാ ഫീൽഡിലും ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പോലെയല്ല ഒരു സർവീസ് ഓഫറിങ് ചെയ്യുന്നത്, അതിന് നല്ല ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോർ ഡിഫറൻസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ടാഞ്ചിബിലിറ്റി ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞതാണ് ടാഞ്ചിബിളായിട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാഞ്ചിബിളാണ്, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും ടെസ്റ്റ് ചെയ്ത് നോക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. സർവീസ് ആർ ഇൻടാഞ്ചിബിൾ, പേഷ്യൻറ്റ് കനോട്ട് സീ ഡയഗ്നോസിസ് ഓർ ഇൻസ്പെക്ട് സർജിക്കൽ പ്രൊസീജിയർ ബിഫോർ കമ്മിറ്റിംഗ്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് അതിനുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു പ്രഗ്നൻ്റ് ആവുക എങ്ങനെയാണ്, ഡെലിവറി ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് ഓരോ ട്രീറ്റ്മെൻറ്റും അതിന് മുന്നേ ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. അത് ആ സമയത്ത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ടാഞ്ചിബിലിറ്റി ഇല്ല, ഓഫറിംഗ് ആണ്. ക്വാളിറ്റി ഇവാലുവേഷൻ. അപ്പോൾ ടാഞ്ചിബിലിറ്റി ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നതിൽ വരുന്നതാണ് ടാഞ്ചിബിലിറ്റി ഓഫ് ദ ഓഫറിംഗ്, ക്വാളിറ്റി ഇവാലുവേഷൻ. പ്രൊഡക്ട്സ് ആർ ടെസ്റ്റഡ് ഫോർ ക്വാളിറ്റി കൺസിസ്റ്റൻസി ത്രൂ ഫീച്ചേഴ്സ്, പെർഫോമൻസ് ആൻഡ് വാറണ്ടി. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ടിവിയോ കാറോ വെഹിക്കിൾസ് 2 വീലറോ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കുന്നത് ആ കമ്പനി എങ്ങനെയാണോ, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, എത്ര വാറണ്ടി തരുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേ ഹെൽത്ത് കെയർ സർവീസിൽ ജഡ്ജഡ് ത്രൂ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, പെർസീവ്ഡ് കോമ്പിറ്റൻസീസ് ഓഫ് പ്രൊഫഷണൽസ്, ആ പ്രൊഫഷണൽസിൻ്റെ കഴിവ് എത്രമാത്രമുണ്ട്, ഔട്ട്കം ഓഫ് ദ ഇൻവോൾവ് അൺസർട്ടനിറ്റി. നമുക്ക് അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് ആ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവുമെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്നത് കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ്, കസ്റ്റമൈസേഷൻ ആൻഡ് റിസ്ക്. അതാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ റിക്വയർഡ് ലിമിറ്റഡ് ഇൻട്രാക്ഷൻ വൺസ് ഫീച്ചേഴ്സ് ഓഫ്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് വാങ്ങും. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം, ഇമോഷണൽ സ്ട്രെസ്, കൊളാബറേറ്റീവ് പ്രോസസ് ബിറ്റ്വീൻ പേഷ്യൻ്റ് ആൻഡ് പ്രൊവൈഡർ. ഒരു പ്രോസസ്സ് ഉണ്ട് കൊളാബറേറ്റീവ്, അവർ തമ്മിൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ്, കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുക. ഇമോഷണൽ സ്ട്രെസ്സ്, അതായത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ വേണം, പിന്നെ നമ്മളും കൂടി അതിൽ തയ്യാറാവണം. ആ തയ്യാറായാൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുള്ളൂ. ആ ഡോക്ടർ ചെയ്തുകൊണ്ട് മാത്രം സക്സസ് ആവില്ല, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വേണം. നമ്മൾ അതേസമയം നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമ്മളധികം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എത്രമാത്രം പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. ജസ്റ്റ് ആ സാധനം വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. കസ്റ്റമൈസേഷൻ. പ്രൊഡക്റ്റ് ആർ ടിപ്പിക്കലി സ്റ്റാൻഡർഡൈസ്ഡ്, മാസ് പ്രൊഡക്ഷൻ എൻഷുർസ് യൂണിഫോമിറ്റി. അതായത് പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഒരുവിധം എല്ലാതും ഒരേപോലെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹെൽത്ത് കെയർ സർവീസ് ഹൈലി കസ്റ്റമൈസ്ഡ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ഡയഗ്നോസ്റ്റിക് പാത്ത് വേ ആൻഡ് കൺസൾട്ടേഷൻ ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ നീഡ്സ്. ഹെൽത്ത് കെയർ ആണെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഒരു ഡോക്ടർ തന്നെ പല പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ടെസ്റ്റ് ചെയ്യണത് ഡിഫറെൻ്റ് ആണ്, ഒക്കെ അവരുടെ നീഡ്സ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതേസമയം നമ്മൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും സെയിം ആയിട്ടാണ് നമ്മൾ. അത് ആർക്കും ഉപയോഗിക്കാനാണ്, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വയസ്സായ 80 വയസ്സായ ആൾക്ക് കഴിക്കാനായാലും ഇന്ന കമ്പനിയുടെ ഒരു പാക്കറ്റ് വാങ്ങി കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും. ദ റിസ്ക് ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ്. ദെൻ ബൈയിങ് പ്രൊഡക്റ്റ് ക്യാരീസ് ഫിനാൻഷ്യൽ ആൻഡ് ഫങ്ഷണൽ റിസ്ക്. പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ എത്ര രൂപ കൊടുത്തിട്ട് ഒരു ടെലിവിഷൻ വാങ്ങി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. ഹെൽത്ത് ഡിസിഷൻസ് ഇൻവോൾവ് ലൈഫ്, ഹെൽത്ത് ആൻഡ് വെൽബീങ്.
ഹെൽത്ത് കെയറിലുള്ളതാണെങ്കിൽ അത് വരുന്നത് എന്താണ്, നമ്മുടെ ജീവന് തന്നെ അപകടമാവുകയാണ് ചെയ്യുന്നത്. ഫാർ ഹയർ മേക്കിംഗ് മാർക്കറ്റിംഗ് മെസ്സേജസ് ഹൈലി സെൻസിറ്റീവ്. അത് നമുക്ക് മരണം വരെ സംഭവിക്കാനായിട്ട് കാരണം റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ടെലിവിഷൻസൊക്കെ എന്തെങ്കിലും കേട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. പക്ഷേ ഇത് നമുക്ക് റിപ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വൈകല്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. റെഗുലേറ്ററി, എത്തിക്കൽ ആൻഡ് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ്. അതായത് റെഗുലേറ്ററി, നമുക്കവിടെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പ്രൊഡക്റ്റ് ഫേസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, സേഫ്റ്റി ടെസ്റ്റേഴ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. പ്രൊഡക്റ്റിലും ഇതുപോലെ തന്നെ കുറേ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് ഗവേൺഡ് ബൈ സ്ട്രിക്റ്റ് മെഡിക്കൽ അഡ്വർടൈസിങ് ഗൈഡ് ലൈൻ, പ്രൊഫഷണൽ കോഡ്സ് ഓഫ് കോണ്ടാക്ട്, പേഷ്യൻ്റ് പ്രൈവസി ലോസ്. ഇതിൽ കുറേ ഹിപ്പ റൂൾസ്, GDPR, ഹെൽത്ത് ഇൻ ഡാറ്റ. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ കോഡുകളുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. എത്തിക്കൽ കൺസിഡറേഷൻ. പ്രൊഡക്റ്റ് മേക്കിംഗ് ഫോക്കസ് ഓൺ പെർസുവേഷൻ ആൻഡ് കോമ്പറ്റേറ്റീവ് പൊസിഷനിങ്. പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ, അവരെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കുക. അതേപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീറ്റർ കൊടുക്കുന്നതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. ഹെൽത്ത് കെയർ മാർക്കറ്റിംഗിൽ പ്രിയോറിറ്റി ആക്യുറസി, കമ്പാഷൻ ആൻഡ് നോൺ എക്സ്പ്ലോയിറ്റേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കണം, കമ്പാഷൻ കരുണയോടുകൂടി കൊടുക്കണം, ആൻഡ് നോൺ എക്സ്പ്ലോയിറ്റേഷൻ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് എത്തിക്കൽ കൺസിഡറേഷൻ വരുന്നത്. ഇനി റിലേഷൻഷിപ്പ് ഓറിയൻറ്റേഷൻ. പ്രൊഡക്റ്റ് ട്രാൻസാക്ഷൻ മേ വൺ ടൈം റിപ്പീറ്റ് പർച്ചേസ്. അതായത് ഒരു പ്രാവശ്യം വാങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ വാങ്ങുന്നുണ്ടായിരിക്കില്ല. ദെൻ വൺ ടൈം ഓർ റിപ്പീറ്റ് പർച്ചേസ് വിത്തിൻ ബ്രാൻഡ് ലോയൽറ്റി. ഹെൽത്ത് കെയർ ലൈസ് ഓൺ ലോങ് ടേം ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി കെയർ ആൻഡ് ഇമോഷണൽ ബോണ്ട്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊഫഷൻ. ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നീട് 6 months കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ലോങ് ടേം ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി. മറ്റേത് ചിലപ്പോൾ വൺ ടൈം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സാധനം വാങ്ങുന്നുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻ, മെസ്സേജ് ടോൺ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് മെസ്സേജ് ടോൺ. ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി എംപത്തറ്റിക്, റെസ്പെക്റ്റബിൾ ആൻഡ് ക്രെഡിബിൾ, അഗ്രസീവ് സെയിൽസ് ടാക്ടിക്സ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ്. അതെന്താണ്, എംപത്തറ്റിക് ആയിരിക്കണം, നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. റെസ്പെക്റ്റബിൾ ആൻഡ് ക്രെഡിബിൾ, അഗ്രസീവ് സെയിൽസ്. ഇനി ഡിസിഷൻ സപ്പോർട്ട്, പ്രൊവൈഡിങ് ക്ലിയർ, ആക്സസബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഹെൽപ്സ് പേഷ്യൻ്റ് മേക്ക് ഇൻഫോംഡ് ചോയ്സ്. നമുക്ക് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ട്രസ്റ്റ് കോർ അസറ്റ്. ബ്രാൻഡ് ബിൽഡിംഗ് ഈസ് ഹെൽത്ത് കെയർ സർവീസ് അറൗണ്ട് പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ, സേഫ്റ്റി റെക്കോർഡ്, ഹെൽത്ത് ഔട്ട്. അതായത് ആ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ, സേഫ്റ്റിയുടെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടായി. മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ കോംപ്ലക്സിറ്റി. മാർക്കറ്റിംഗ് മസ്റ്റ് അഡ്രസ് പേഷ്യൻറ്റ്, ഫാമിലീസ്, ഫിസിഷ്യൻസ്, ഇൻഷുറൻസ്, റെഗുലേറ്ററിയിലെ കമ്പനി. ഇതിൽ കുറേ ആൾക്കാരുണ്ട്. പേഷ്യൻ്റ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, ഫിസിഷ്യൻസ് ഉണ്ട്, ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, റെഗുലേറ്റർ ഗവൺമെൻറ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മോർ കോംപ്ലക്സ് ദാൻ ടിപ്പിക്കൽ പ്രൊഡക്റ്റ് കൺസ്യൂമർ സെഗ്മെൻറ്റ്. ടിപ്പിക്കൽ പ്രൊഡക്റ്റ് കൺസ്യൂമർ സെഗ്മെൻറ്റിൽ നിന്ന് ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടുതലായിട്ട് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.